ഗഗനാചാരി ആക്ച്വലി ഒരു ബ്രില്യൻറ്റ് ഒരു ഡിസ്റ്റോപ്പിയൻ കോമഡി മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഹ്യൂജ്ലി ഇംപ്രസ്ഡ് ബൈ ദ വർക്ക് ദറ്റ് ദേ ഡൺ. ജസ്റ്റ് നോക്കണമായിരുന്നു. ഇത്ര ഹൈപ്പൊക്കെ ആയിട്ട് വരുന്ന മിക്കുള്ള മലയാളം മൂവീസ് അവസാനം ദേ ഫാൾ ഷോർട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ ഇത് സത്യം പറയുമല്ലോ, ഇത് എൻ്റെ എക്സ്പെക്റ്റേഷനായിട്ടും കൂടുതൽ പോയി. കോമഡി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കിടിലം റിപ്റ്റിക്ലിങ് കോമഡി, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എല്ലാം ഒരു മിനിറ്റ് എന്തെങ്കിലും ചിരിക്കാൻ കാണും. അങ്ങനത്തെ ഒരു ആ ഒരു പേസിൽ പോകുന്നൊരു മൂവി ആൻഡ് ക്രേസി. നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ലൈക്ക് ഡയറക്ടറും ആക്ടേഴ്സൊക്കെ വേറൊരു ലോകത്തിൽ നിന്ന് പെർഫോം ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കംപ്ലീറ്റ്ലി എക്സൈറ്റഡ്. ഞാൻ ഡെഫിനറ്റ്ലി ഐ ബി വാച്ചിങ് ദിസ് മൂവി വൺസ് മോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഫൈ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഫാർ ഇൻ ദ ഫ്യൂച്ചർ, ഒരു 20-30 years, ഐ തിങ്ക് 20 years ഫ്രം നൗ, ഒരു ഡിസ്റ്റോപ്പിയൻ എൻവയറമെൻറ്റിൽ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എവിടെ നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് അതിലൊരു 3 ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ, അജു വർഗീസ് ആൻഡ് ഗോകുൽ സുരേഷ് ആൻഡ് ഒരു ഏലിയൻ ഇൻ ദ ഫോം ഓഫ് അനാർക്കലി മരിക്കാർ വരുന്നു. ആൻഡ് ആ രീതിയിൽ അവരുടെ കോമ്പിനേഷൻ ബേസ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ എന്താ ഹാപ്പൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു സൂപ്പർ വെൽ തോട്ട് ഓഫ് ഡയറക്ടർ ശരിക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി വിത്ത് റെസ്പെക്ട് ടു ദി സൈഫൈ എലിമെൻറ്റ്സ് ഹി ഹാസ് യൂസ്ഡ്. അത് സ്പേസ്ഷിപ്പ് ആയിക്കോട്ടെ, എൻവയറമെൻ്റ് ആയിക്കോട്ടെ, ഭയങ്കര ഹേസി എൻവയറമെൻറ്റ്, അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തന്നെ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹൂ ദിസ് ഡയറക്ടർ ഇസ്. ലെറ്റ് ഇറ്റ് ബി വിത്ത് റെസ്പെക്ട് ടു ദി മേ ബി സ്റ്റോക്ക് ഫയലിൽ നിന്ന് ഒരുപാട് പിക്ചേഴ്സ് ഉപയോഗിച്ച് കാണുമായിരിക്കും. ഔട്ട് ഓഫ് ദ വേൾഡ് സ്പേസിലൊക്കെ ഈ ആസ്ട്രോണമേഴ്സ് ഒക്കെ പോകുന്ന ഈ സ്പേസ് ഷട്ടിലിൻ്റെ ഷോട്ട്സ് ഒക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. മേ ബി AI ബേസ് ചെയ്താണോ, അത് അതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, ഇറ്റ് ലുക്ക് ബ്രില്യൻറ്റ്. ഏതൊരു സൈഫൈ മൂവിനെ വെല്ലുന്ന ടൈപ്പ് ഒരു വർക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പോയിരിക്കുന്നത്. ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി എലിമെൻറ്റ് അടിപൊളി. ഗൂഗിൾ സുരേഷ് ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും പേരപ്പനായി ഗണേഷ് കുമാർ ആണെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് ബ്രില്യൻറ്റ്. നത്തിങ് ലെസ് ദാൻ ഒരു ബ്രില്യൻറ്റ് എഫേർട്ട് ബൈ എവ്രി വൺ. Kudos to the entire crew and cast. And not to forget, ഒരു സർപ്രൈസ് എലിമെൻ്റ് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു മല്ലിക സുകുമാരൻ്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എവ്രിതിങ് ഇത് പുറമേ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി അല്ലെങ്കിൽ റിപ്റ്റിക്ലിംഗ് കോമഡിയുടെ ഉപരി വളരെ ടെക്നിക്കലി കറക്റ്റ്, വളരെ തോട്ട് ഓഫ്, വളരെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു മൂവി. ആൻഡ് ആക്ടേഴ്സ് അതേ ഒരു രീതിയിൽ ആദ്യം ഇങ്ങനെ മലയാളം മൂവീസിലധികം കണ്ടേ കാണൂലായിരിക്കും. എൻ്റെ അവസാനം ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡബിൾ ബാരലായിരുന്നു. ആ സമയം ദാറ്റ് മൂവി വാസ് എ ഹ്യൂജ് ഫ്ലോപ്പ് കമേഴ്ഷ്യലി. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്നു, ആ സമയത്ത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു കാണും ആ സിനിമ. അന്ന് ആൾക്കാർക്ക് ആ സിനിമ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ, പക്ഷെ അന്ന് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ദാറ്റ് വാസ് എ മൂവി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈംസ്. ഞാൻ ഒരു 1-2 വർഷം മുമ്പ് ആ സിനിമയെക്കുറിച്ച് തന്നെ ഒരു റൈറ്റപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. മൂവി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് എവിടെ ഒരു നല്ലൊരു അറിയപ്പെടുന്ന ഒരു മാഗസീനിൽ അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അതുപോലെ എനിക്ക് തോന്നുന്നു ബനാന റിപ്പബ്ലിക്, അത് മസാല റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇന്ദ്രജിത്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ ഒരു വളരെ ഒരു സെറ്റാറിക്കൽ കോമഡി ഇതായിരുന്നു. എഗെയിൻ എ മൂവി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈംസ്. അന്നൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയ നല്ല കോൺസെപ്റ്റ് ഡ്രിവൺ കോമഡി മൂവീസ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മലയാളം മൂവിയിൽ ഇത്രയും ഒരു എക്സ്പെരിമെൻറ്റ് ബേസിസിൽ ഇത്രയും റിസ്കി ആയിട്ടും ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ഡയറക്ടർ ഹാസ് നെയിൽഡ് ഇറ്റ്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ crew and cast for making such a brilliant movie, comedy movie, sci-fi movie, dystopian movie, and that too completely based in Kerala. കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമോഷനും ആ ലാംഗ്വേജും അതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഇത്രയും കിടിലമായിട്ടൊരു സിനിമ ഉണ്ടാക്കിയ ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ്. സൂപ്പർ മൂവി. ഗഗനാചാരി ഫോർ മീ ഈസ് എ ലാൻഡ്മാർക്ക് മൂവി ഫോർ മീ. ഇനി ഇതുപോലത്തെ ഒരു സിനിമ എപ്പോൾ കാണാൻ പറ്റും എന്ന് തന്നെ അറിഞ്ഞൂടാ. മേ ബി ഈവൻ വിത്ത് റെസ്പെക്ട് ടു എനി അതർ ലാംഗ്വേജ്, തമിഴ്നായാലും തെലുങ്ക് ആയിരുന്നാലും കന്നഡ ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ആസ്ക്. ഈവൻ I would just go ahead and say even വേൾഡ് സിനിമയിൽ അല്ലെങ്കിൽ ഈവൻ ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു UK ബേസ് ചെയ്തിട്ടൊരു മൂവി തന്നെ, ഇങ്ങനത്തെ ടൈപ്പ് മൂവി കണ്ടിട്ട് തന്നെ, ഇത്രയും ബ്രില്യൻ്റ്ലി ഒരു കോമഡി മൂവി കണ്ടിട്ട് തന്നെ
വർഷങ്ങളാകുന്നു. സോ അത് വെച്ച് നോക്കുമ്പം ദിസ് ഹാസ് ടു ബി ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെൻറ്റ് ബൈ ദ ക്രൂ മെമ്പേഴ്സ് ആൻഡ് കാസ്റ്റ്. സോ ഐ loved it to the core. I'll definitely see it once more. 2 thumbs up for Gaganachari.